ക്ലാസ് ഉണ്ടാച്ച ഓക്കെ അതെ ഇവർക്ക് Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ ആയിരുന്നു. ഈ ക്ലാസ്സിലും നമ്മൾ റിവിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചു നോക്കിയിരുന്നോ രണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഏതെങ്കിലും ഭാഗം ഡൗട്ട്സ് ഉണ്ടോ? എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒഫീഷ്യലായിട്ട് അറിയിക്കും കേട്ടോ. ഈ ഒരാഴ്ചയും കൂടി നമുക്ക് റിവിഷൻ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി നിങ്ങൾക്ക് അറിയിക്കും കേട്ടോ. സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ചാപ്റ്ററിൽ സീനിയർ ഉണ്ടാകുന്നെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടോ? ഡിസംബറിൽ ഉണ്ടാവും കേട്ടോ. ഡിസംബറിൽ കഴിഞ്ഞു പോയില്ല. ഒരു മാസത്തിനുള്ളിൽ ഡിസംബറിനുള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു മന്ത് നമ്മൾ എന്തായാലും ഇപ്പൊ കഴിയുകയാണല്ലോ.
ഈ ഒരാഴ്ചയോടുകൂടി നമ്മുടെ ഈ ഒരു മന്ത് കഴിയും. ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആദ്യം ഓരോരോ മൊഡ്യൂൾസിനനുസരിച്ച് എക്സാമുകൾ ഉണ്ടാവും കേട്ടോ. അതിനിടയിൽ ചിലപ്പോൾ സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര ദിവസമായിരിക്കും എന്നുള്ളത് ഒഫീഷ്യലി അറിയിക്കും കേട്ടോ. അതിനനുസരിച്ചായിരിക്കും എക്സാം ഡേറ്റുകളും ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയോ? നമ്മൾ ഓൾറെഡി ഒരു 5th മോഡ്യൂളില് 6th മോഡ്യൂളില് 7th മോഡ്യൂളില് 2 ചാപ്റ്റേഴ്സ് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ 7th മോഡ്യൂളിലെ മോട്ടിവേഷൻ നമുക്ക് ചാപ്റ്റർ ഒരു ഭാഗവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു മിസ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഭാഗങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നാണ് മിസ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിലോ നമുക്ക് എപ്പോഴാണോ സമയം പോലെ ചെയ്തു തരാം. ക്ലിയർ ആണ്? ഓക്കെ, നമ്മൾ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലല്ല ഇനി വായിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടും വായിച്ചിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നോക്കിയിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഈ 2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി മുന്നിൽ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് പിന്നെയും ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റർ എടുത്ത് ഒന്നുകൂടി റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നോ? ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം കേട്ടോ. അപ്പൊ മിസ്സത്തെ ഭാഗങ്ങള് ഒരു ഹാഫ് ഭാഗമാണ്. അപ്പൊ അവിടെ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അക്രഡിറ്റേഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നാബിന്റെ എക്സ്പാൻഡഡ് ഫോം ഒക്കെ ചോദിച്ചിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ റിവിഷൻ നമ്മൾ ഓൾറെഡി അതൊക്കെ നോക്കിയതാണ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടെങ്കിൽ എഴുതുന്നവർക്ക് വേണമെങ്കിൽ എഴുതാട്ടോ, അല്ലെങ്കിൽ വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. മനസ്സിലാക്കിയിരുന്നല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോ NAB is a constant board of which organization? ഓപ്ഷൻസ് എന്താ പറയാ, അപ്പൊ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. NAB is a constant board of which organization? Option A, Ministry of Health. Option B, World Health Organization. Option C, Quality Council of India. Option D, Joint Commission International. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി അല്ലെ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ, കോൺസ്റ്റന്റ് ബോർഡ് ആണ് NAB അല്ലെ, NAB എന്ന് പറയുന്നത്. Then what is ISQA? എന്താണ് ISQA എന്ന് പറയുന്നത്? ഓപ്ഷൻസ് പറയാം. An Indian accreditation body. Option B, an international body that grants approval to accreditation bodies. Option C, a patient advocacy group. Option D, a government regulatory agency. എന്താണ് what is ISQA? ഓപ്ഷൻ ബി ആണ് അല്ലെ, an international body that grant approval to accreditation body അല്ലെ. അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഗ്രാന്റ് അപ്രൂവൽ നൽകുന്ന ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് ISQA എന്ന് പറയുന്നത്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ISQA ഇമ്പോർട്ടന്റ് ആണ്. അതിന് എക്സ്പാൻഡഡ് ഫോമും ചോദിക്കാറുണ്ട്, എന്താണ് ISQA എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ NABിന്റെ എക്സ്പാൻഡഡ് ഫോമും NABിന്റെ ഘടക ബോർഡ് അല്ലെങ്കിൽ QCAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്പാൻഡഡ് ഫോം പഠിക്കുക, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതും പഠിക്കുക കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, NABിന്റെ 5th എഡീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. NABിന്റെ 5th എഡീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. The 5th edition of NAB standard has how many chapters and standards? The 5th edition of NAB standards, how many chapters and standards? എത്ര ചാപ്റ്റേഴ്സും സ്റ്റാൻഡേർഡ്സും ഉണ്ട്, അതാണ് ചോദിക്കുന്നത്. എത്ര ചാപ്റ്റേഴ്സും സ്റ്റാൻഡേർഡ്സും ആണ്? ഓപ്ഷൻ വേണം. ഓപ്ഷൻ എ 10 chapters and 100 standards. Option B, 12 chapters and 120 standards. Option C, 8 chapters and 80 standards. Option D, 15 chapters and 150 standards. ഏതാണ്? ഓപ്ഷൻ എ അല്ലെ. നമുക്ക് എപ്പോഴും മറന്നുപോവില്ല, 10 ചാപ്റ്ററും 100 സ്റ്റാൻഡേർഡും അല്ലെ. 10 chapter and 100 standards ആണ് NABിന്റെ 5th എഡിഷൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ പറയുന്നത്
അത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ അതില് ദ നാം സ്റ്റാൻഡേർഡ്, അതായത് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC നമ്മൾ പഠിച്ചല്ലോ. അതിന്റെയൊക്കെ സ്പെല്ലിംഗ് ഫോം ഓർത്ത് വെക്കണം കേട്ടോ. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ കവേഴ്സ് വിച്ച് പ്രോസസ്സസ്, ഏതൊക്കെ പ്രക്രിയയാണ് ഇത് കവർ ചെയ്യുന്നത്? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ കേട്ടോ. ഓപ്ഷൻ പറയാം. ഇത് കവർ ചെയ്യുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബില്ലിംഗ് ആൻഡ് ഫിനാൻസ്, ഓപ്ഷൻ ബി registration, admission and discharge, option C human resource management, option D facility maintenance. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി അല്ലെ. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ AAC എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് കേട്ടോ. രജിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ കവർ ചെയ്യുന്നത്. Then അടുത്തത് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു, അടുത്തൊരു നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലാബ് ചാപ്റ്റർ ഡീൽസ് വിത്ത് drug interaction and individual sensitivity? Which lab chapter deals with the drug interaction and individual sensitivity? Option A care of patient, option B management of medication, option C patient rights and education, option D human resource management. ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ. എന്താണ് നമുക്കറിയാം അല്ലെ, മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അത് മെഡിസിൻസുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. സോ അപ്പോ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Then അടുത്തത് എ മെറ്റീരിയൽ മാനേജ്മെന്റ് സിസ്റ്റം that help meets the standards of which lab chapter? Materials management system help meets the standards of which lab chapter? Option A information management system, option B responsibilities of management, option C facilities management and safety, option D continuous quality management. The answer വരിക ഓപ്ഷൻ സി അല്ലെ. ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റിയിലാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് സിസ്റ്റംസ് കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ വരുന്നത്. അങ്ങനെ ചോദിച്ചാലും മനസ്സിലായി, നേരെ തിരിച്ചു ചോദിച്ചാലും അറിയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, KP അതറിയാലോ, ആർ ഇമ്പോർട്ടന്റ് ഫോർ അച്ചീവിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഇൻ വിച്ച് ചാപ്റ്റർ? KPA key performance indicators are important for achieving the standards in which chapter? Option A human resource management, option B information management system, option C continuous quality management, option D responsibilities of management. ഏതാണ്? ഓപ്ഷൻ സി അല്ലെ. കണ്ടിന്യൂസ് ക്വാളിറ്റി മാനേജ്മെന്റ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ KP എന്ന് പറയുന്നത് അല്ലെ. Then അടുത്തത് for whom is NAB accreditation most beneficial? ആർക്കൊക്കെയാണ് NAB accreditation more beneficial ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ആർക്കാണ് എന്നാണ് ചോദിക്കുന്നത്. മോസ്റ്റ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആർക്കാണെന്നാണ്. അതിൽ ഓപ്ഷൻ hospital management, option A hospital management, option B staff, option C patients, option D insurance companies. ആർക്കാണ് NAB accreditation more beneficial ആയിട്ടുള്ളത്? ഓപ്ഷൻ സി പേഷ്യൻസിനാണ് അല്ലെ. പേഷ്യൻസിനാണ് മോർ ബെനിഫിഷ്യൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആളുകൾ പേഷ്യൻസ് ആണ്. സ്റ്റാഫുകൾക്കും ഹോസ്പിറ്റലിനും ഒക്കെ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് പേഷ്യൻസിന് തന്നെയാണ്. ഇനി ഹൗ ഡസ് അക്രഡിറ്റേഷൻ ബെനിഫിറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫ്? എങ്ങനെയാണ് ഒരു അക്രഡിറ്റേഷൻ ഹോസ്പിറ്റൽ സ്റ്റാഫിന് ബെനിഫിറ്റ് ആവുന്നത് അല്ലെങ്കിൽ പ്രയോജനകരമാവുന്നത്? ഓപ്ഷൻ എ it guarantees them a higher salary. Option B it provides a good working environment and encourages the leadership skills. Option C it reduces their working hours. Option D it gives them more holidays. ഏതാണ് ആൻസർ?
ഓപ്ഷൻ ബി അല്ലെ, ഇറ്റ് പ്രൊവൈഡ് എ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലീഡർഷിപ്പ് സ്കില്ലിനെ എൻകറേജ് ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിയാണല്ലോ. അടുത്തത് accreditation provide an objective system for what process by insurance and other third parties. Accreditation provide an objective system for what process by insurance and other third parties. Option A, billing. Option B, auditing. Option C, empanelment. And option D, marketing. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി അല്ലെ, empanelment ആണ് കേട്ടോ. അപ്പൊ accreditation provide an objective system for what process? ഏത് പ്രോസസ്സിനാണ്? ഇൻഷുറൻസ് ആൻഡ് അതർ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? എംപാനൽമെന്റുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എംപാനൽമെന്റ് അതുമായി ആ ഒരു പ്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് സിസ്റ്റം accreditation പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then when was the Quality Council of India established? When was the Quality Council of India QCA established? ഏത് വർഷമാണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1997, ഓപ്ഷൻ സി 2007, ഓപ്ഷൻ ഡി 1987. ഓപ്ഷൻ ബി അല്ലെ, 1997 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then അടുത്തൊരു ക്വസ്റ്റ്യൻ, QCA was established jointly by the Government of India and which other group? QCA was established jointly by the Government of India and which other group? What other groups? Option A, the World Bank. Option B, the Indian Medical Association. Option C, the Ministry of Health. Option D, three premier industry association, ASSOCHAM, CII and FICCI. Is that answer? Option D, like three premier industry associations കൂടി ചേർന്നാണ് അല്ലെ, ASSOCHAM, CII, FICCI. ഇവ മൂന്നും കൂടി ചേർന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൂടി ജോയിൻലി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സ്ഥാപനമാണ്, ഒരു ബോഡിയാണ് QCA, Quality Council of India. Then which ministry is the nodal ministry for QCA? Which ministry is the nodal ministry for QCA? Option A, Ministry of Health and Family Welfare. Option B, Ministry of Commerce and Industry. Option C, Ministry of Finance. And option D, Ministry of Education. Ministry of Commerce and Industry. Like Ministry of Commerce and Industry ആണ് nodal ministry for QCA ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി how many accreditation bodies does QCA function through? എത്ര accreditation bodies ആണുള്ളത്? Option A 3, option B 7, option C 5 and option D 10. ഏതാണ്? 5 അല്ലേ? 5 ആണ് കേട്ടോ, ശരിയാണ്. ഇനി അതിന്റെ ഓരോന്നിന്റെയും എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണോട്ടോ, നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ചോദ്യം വരാറുണ്ട്, അതിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതിൽ നിന്ന് എക്സ്പാൻഡഡ് ഫോമോ അതുപോലെ അതിന്റെ ഫങ്ഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ബോഡി പ്രവർത്തിക്കുന്നത് കേട്ടോ. Then which QCA board grants accreditation to schools and institutes providing vocational training? Which QCA board grants accreditation to schools and institutes providing vocational training? Option A, NAPCB. Option B, NABET. Option C, NBQP. And option D, NABL. ഓപ്ഷൻ ഡി അല്ലെ, NABET ആണ് അല്ലെ. അപ്പൊ അത് മാത്രമേ ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ അല്ലെ, അതുകൊണ്ട് അത് എളുപ്പമായിരിക്കും, മാറിപ്പോവുകയില്ല കേട്ടോ. Then which QCA board is responsible for the National Quality Campaign? Option A, NAB. Option B, NABET. Option C, NBQP. And option D, NABL. Which QCA board is responsible for the National Quality Campaign? ഏതാണ്? NBQP അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ, ശരി കേട്ടോ. Then അടുത്തത്, which board under QCA provides third party assessment schemes for the technical competency of laboratories? Which board under QCA
provides third-party assessment schemes for the technical competency of laboratories. Option A, NABCB. Option B, NABET. Option C, NAB. Option D, NABL. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി അല്ലെ. ലബോറട്ടറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് NABL ആണ് അല്ലെ. അപ്പൊ അവിടെ അതിലൊരു കൺഫ്യൂഷൻ വരുന്ന കാര്യമില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. Then what is the key eligibility requirement for a hospital applying for NAB accreditation? NAB accreditation വേണ്ടി ഒരു ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള key eligibility requirement ഏതാണ്? Options sir. A, it must have over 500 beds. Option B, it should be above 50 beds. Option C, it must be for a profit organization. And option D, it must be at least 20 years old. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലെ. ഇറ്റ് ഷുഡ് ബി അബൌവ് 50 ബെഡ്സ് അല്ലെ. 50 ബെഡിൽ കൂടുതൽ ഉണ്ടായിരിക്കണം എന്നാണ് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ HCOയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു കീ എലിജിബിലിറ്റി റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ 500 ബെഡ്സോ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒന്നും ആവണമെന്നില്ല അല്ലെ. ആ ഒരു കീ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കി വെക്കണോട്ടോ. ആ ഒരു എലിജിബിലിറ്റി എന്തൊക്കെയാണുള്ളത് അതിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. Then before applying for NAB accreditation, for how long should the standards and have been implemented in the hospital? Then option A, 1 month. Option B, 3 months. Option C, 6 months. And option D, 1 year. ഓപ്ഷൻ ബി അല്ലെ. 3 months അല്ലെ. 3 മാസമെങ്കിലും നമ്മൾ അവിടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത്, what is the first step in the NAB accreditation process journey? What is the first step in the NAB accreditation process journey? Option A, applying online. Option B, paying the assessment fee. Option C, implementing the standard for a minimum duration. Option D, undergoing the final assessment. ഏതാണ് ആൻസർ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? പഠിച്ചില്ലായിരുന്നോ? ഓർക്കുന്നില്ല? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ NAB accreditation process journey? Option A, applying online. Option B, paying the assessment fee. Option C, implementing the standards for a minimum duration. Option D, undergoing the final assessment. എന്താണ് ഏതാ വരിക? ഓപ്ഷൻ എ ആണോ സി ആണോ? ഉറപ്പിച്ചു പറയാമോ? ഓപ്ഷൻ എ ഉറപ്പാണോ അതോ ഓപ്ഷൻ സി ആണോ? രണ്ടെന്താണ് രണ്ട് ആൻസർ വന്നേ? എന്താണ് രണ്ട് ആൻസർ വന്നത്? നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? പഠിച്ചത് എന്താണ്? നമ്മൾ ആദ്യം ഒരു ലാബിന്റെ അക്രഡിറ്റേഷൻ പ്രക്രിയ, അതിന്റെ യാത്ര, അതിന്റെ ജേർണി, അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അവർ ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രക്രിയ ആരംഭിക്കണോ? അപ്ലൈ ചെയ്തു കഴിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ല അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ നാബിന്റെ അക്രഡിറ്റേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മിനിമം 3 മാസമെങ്കിലും നമ്മൾ അവിടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ആ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതല്ലേ? അല്ലെ? ആ 3 മാസമെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓൺലൈനില്, ശരിയല്ലേ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും ഏതാണ്? അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതല്ലേ? ആണോ? കൺഫ്യൂഷൻ വന്നത് ആ 2 ഓപ്ഷനിലായിരിക്കും അല്ലെ? ആ 2 ഓപ്ഷനിലല്ലേ കൺഫ്യൂഷൻ വന്നത്? അപ്ലൈ ഓൺലൈൻ അപ്ലൈ ചെയ്യാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്. മറ്റേ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോ
അപ്ലൈ ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെ? അതല്ലേ ആ രണ്ട് ഓപ്ഷൻ ആയിരിക്കും കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. ബാക്കി രണ്ടും കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല അല്ലെ? ഫൈനൽ അസസ്മെന്റ് ഒക്കെ ലാസ്റ്റ് ഉള്ളതാണ്. ഫീസ് അടയ്ക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അല്ലെ? അപ്പൊ അതിൽ കൺഫ്യൂഷൻ വരില്ല. ഇത് രണ്ടിലും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത് ഏതാ? നമ്മൾ ആദ്യം ഒരു മിനിമം ഡ്യൂറേഷനില് നമ്മള് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ? അതിനുശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ ഇത്? മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ എ പറഞ്ഞ ആളുകളോടാണ് കേട്ടോ പറയുന്നത്. ഓപ്ഷൻ സി കുറെ പേര് പറഞ്ഞിരുന്നു, ശരിയായ ആൻസർ ആണ്. ഓപ്ഷൻ എ പറഞ്ഞ ആളുകള് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ചതിന്റെ ഓപ്ഷൻസ് വായിച്ചിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളേ. പെട്ടെന്ന് ഇതുപോലെയുള്ള ചില സംശയങ്ങള് വരുമ്പോ ആൻസറിൽ തെറ്റ് വരാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. Then അടുത്ത ക്വസ്റ്റ്യൻ, the NAV assessment team looks for what during their visit? The NAV assessment team look for what during their visit? Option A, evidence of implementation of NAV standards. Option B, hospital profit and loss statements. Option C, patient satisfaction survey only. And option D, the number of doctors with foreign degrees. Is answer veda? Idana answer veda? Onodi parayano? Onodi question vaayikano? Avade doubts undallo? The NAV assessment team look for what during their visit? Question മനസ്സിലായില്ലേ? നാവിന്റെ അസസ്മെന്റ് ടീം അവരുടെ വിസിറ്റിൽ വരുന്ന സമയത്ത് അവർ എന്ത് കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്, അത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എവിഡൻസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് നാവ് സ്റ്റാൻഡേർഡ്. ഓപ്ഷൻ ബി, ദ ഹോസ്പിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. Option C, patient satisfaction surveys only. And option D, the number of doctors with foreign degrees. Is answer? Ini onnu paranje. Endana? Aaru appo reply cheyyathe? Pinne confusion ayo? ഏതാണ് അതിന്റെ ആൻസർ വരിക? ഓപ്ഷൻ എ അല്ലേ? എ ആണോ? അവിടെ നാവിന്റെ അസസ്മെന്റ് ടീം വന്ന് വിലയിരുത്തുന്നത് എന്താ? നാവിന്റെ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എവിഡൻസുകളല്ലേ നോക്കുന്നത് അല്ലേ? എവിഡൻസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് നാവ് സ്റ്റാൻഡേർഡ് അല്ലേ നോക്കുന്നേ? അല്ലാതെ അവിടെയുള്ള ഹോസ്പിറ്റലിന്റെ ലാഭവും അവരുടെ ലോ സ്റ്റേറ്റ്മെന്റും ആണോ? അല്ല. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ മാത്രമാണ് അവർ നോക്കുന്നേ? അല്ല അല്ലെ? ഡോക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ട്, അവരുടെ ഫോറിൻ ഡിഗ്രി എത്രയുണ്ട്, അത് നോക്കുന്നുണ്ടോ? അതൊന്നും അല്ല നോക്കുന്നത്. അവിടെ നാവിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസുകളാണ് നോക്കുന്നത് അല്ലേ? ആണോ? ഓപ്ഷൻസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് കണ്ടക്ടഡ് ബൈ NAV? What are the different types of assessment conducted by NAV? Option A, on-site, desktop, remote and hybrid. Option B, written, oral and practical. Option C, preliminary, midterm and final. Option D, internal and external. ഇതാണ് ആൻസർ. ഓപ്ഷൻ അല്ലെ? ഓൺ-സൈറ്റ് അസസ്മെന്റ്, ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്, റിമോട്ട് അസസ്മെന്റ്, ഹൈബ്രിഡ് അസസ്മെന്റ്. Then in which type of assessment does the assessor not visit the hospital in person? In which type of assessment does the assessor not visit the hospital in person? Option A, on-site assessment. Option B, hybrid assessment. Option C, remote assessment. And option D, surprise assessment. ഇതാണ് ഓപ്ഷൻ സി അല്ലേ? ആണോ? ഓപ്ഷൻ എയോ?
ഓൺ സൈറ്റ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? നമ്മൾ എന്താ ഓൺ സൈറ്റ് അസസ്മെന്റ് എന്ന് പഠിച്ചത്? ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഡസ് ദ അസസർ നോട്ട് വിസിറ്റ് ദ ഹോസ്പിറ്റൽ ഇൻ പേഴ്സൺ? നോട്ട് വിസിറ്റ് എന്നാ പറയുന്നത്, നേരിട്ട് വരുന്നില്ല എന്നാ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓൺ സൈറ്റ് അസസ്മെന്റിൽ നേരിട്ട് വരുന്നുണ്ടോ? വരുന്നുണ്ടോ? വരുന്നില്ലേ? ഉണ്ട് അല്ലെ? അപ്പൊ ആ ആൻസർ അല്ല. ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഓൺ സൈറ്റ് അത് പഠിപ്പിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു പേരിട്ടും നമ്മൾ കണക്ട് ചെയ്യണമെന്ന്. ഓൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലത്തെത്തി വിസിറ്റ് ചെയ്യുക, അല്ല വിസിറ്റ് ചെയ്ത് സന്ദർശിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് അല്ലെ. ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ആണ് അല്ലെ. വരുന്നുകൊണ്ട് റിമോട്ട് ആയിട്ടും ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ലേ? ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു മിക്സ് ആണെന്ന് പറഞ്ഞു. ഓർക്കുന്നോ? ഇനി സർപ്രൈസ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അവര് പ്രതീക്ഷിക്കാതെ വരുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതും നേരിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ അവിടെ റിമോട്ട് അസസ്മെന്റ് മാത്രമല്ലേ ദൂരത്ത് നിന്ന് ഒരു വിർച്വൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ചെയ്യുന്നത്? നേരിട്ട് അവിടെ ആ ഒരു പേഴ്സൺ ആയിട്ട്, ഒരു വ്യക്തിയായിട്ട് ഇവിടെ വരുന്നില്ല എന്നാണ് കേട്ടോ റിമോട്ട് അസസ്മെന്റ് കേട്ടോ. അവിടെയും തെറ്റുകൾ വരരുത് കേട്ടോ, നോക്കി കൺസിഡർ ചെയ്യാനേ. Then is the pre-assessment by NAAC mandatory or optional? Is the pre-assessment by NAAC mandatory or optional? Mandatory അല്ലെങ്കിൽ optional ആണോ? അതിന്റെ ആൻസർ എന്താണ്? pre-assessment ഓപ്ഷണൽ ആണ് അല്ലെ. നമ്മൾ അന്നേരം എപ്പോഴും പറഞ്ഞിരുന്നു ഓപ്ഷണൽ ആണ്, അത് നിർബന്ധമില്ല അല്ലെ, മാൻഡേറ്ററി അല്ല അല്ലെ. അത് നിർബന്ധമില്ല, വേണ്ട സ്ഥാപനങ്ങൾക്ക് മാത്രം ചെയ്താൽ മതി. നേരിട്ട് അവർക്ക് ഫൈനൽ അസസ്മെന്റിലേക്ക് അത് കൂടാതെ തന്നെ പോകാൻ പറ്റും അല്ലെ. ഇനി ആഫ്റ്റർ ദ ഫൈനൽ അസസ്മെന്റ് ഹൗ മെനി സൈക്കിൾസ് ഓഫ് കറക്റ്റീവ് ആക്ഷൻ ഓർ നോൺ കൺഫോമിറ്റീസ് ആർ അലൗഡ്? 2 പ്രാവശ്യമല്ലേ കൊടുക്കാറ്? 2 കറക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ 2 സൈക്കിൾ ഓഫ് കറക്റ്റീവ് ആക്ഷൻ ആണ് കൊടുക്കുക അല്ലെ. അപ്പൊ അത് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫോർ ഹൗ ലോങ് ദ NAAC അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വാലിഡ് എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ NAACന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് സാധാരണയായിട്ട് 4 years ആണ്. വലിയ വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ കൊടുക്കാറ് 2 years കൊടുക്കാറുണ്ട്, 3 years കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറില്ല കേട്ടോ. 4 വർഷത്തെ കൊടുക്കാറുണ്ട്, 2 വർഷത്തെ കൊടുക്കുന്നത് സ്ഥാപനത്തിന്റെ ഫെസിലിറ്റിയും അവിടുത്തെ ആ ഒരു എത്രത്തോളം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, എത്രത്തോളം സർവീസുകൾ കൊടുക്കുന്നുണ്ട് അതിനനുസൃതമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി when does NAAC perform a surveillance assessment on an accredited hospital? ഓപ്ഷൻ എ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. when does NAAC perform a surveillance assessment on an accredited hospital? Option A, within the first 6 months. Option B, before completion of 20 to 24 months. Option C, in the final year of accreditation. And option D, only if a complaint is received. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി അല്ലെ, ബിഫോർ കംപ്ലീഷൻ ഓഫ് 20 to 24 months അല്ലെ. Then a hospital must apply for renewal of accreditation at least how long before the expiry of its validity? A hospital must apply for renewal of accreditation at least how long before the expiry of its validity? എപ്പോഴാണ്? 6 months അല്ലെ, 6 മാസത്തിന് മുൻപ് അല്ലെ. 6 മാസം അല്ലെങ്കിൽ നമുക്ക് 6 മാസത്തിന് മുൻപെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. റീ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ റിന്യൂവൽ ഓഫ് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട്. Then when might NAAC conduct an unannounced or surprise visit? When might NAAC conduct an unnecessary അല്ലെങ്കിൽ unannounced or surprise visit? Option A, as a routine annual check. Option B, based on any concern or serious incident reported. Option C, if the hospital changes its name. Option D, before renewing the accreditation. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി അല്ലെ, based on any concern or serious incident reported
അല്ലെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ആശങ്ക ജനിപ്പിക്കുന്ന ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നാം പെട്ടെന്ന് ഒരു അൺഅനൗൺസ്ഡ് ആയിട്ട് പറഞ്ഞ നേരത്തെ മുൻകൂട്ടി പറയാത്ത സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റുകൾ നടത്തുന്നത്. Then what is a focus assessment conducted for? What is a focus assessment conducted for? Option A, for routine surveillance. Option B, when there are significant changes like a change in location or scope of services. Option C, to train new hospital staff. Option D, to check the hospital finances. Option B ആണ് അല്ലെ ഓപ്ഷൻ ബി ആണ് when there are significant changes like a change in location or scope of service അല്ലെ അതാണ് ട്ടോ ആൻസർ വരിക ഫോക്കസ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം. Then what action can be taken if an accredited hospital misuses the NAV logo? What action can be taken if an accredited hospital misuses the NAV logo? Option A, a small fine. Option B, a warning letter. Option C, adverse action including legal action. Option D, no action is taken. Option C ആണ് അല്ലെ adverse action including legal actions വരെ ഉണ്ടായേക്കാം. Then what is the purpose of the program on implementation or PAE training sessions arranged by NAM? What is the purpose of the program on implementation, that is POI, training sessions arranged by NAM? Option A, to train assessors. Option B, to market the NAM program. Option C, to certify doctors and nurses. Option D, to help healthcare organization understand and implement NAM standard. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി അല്ലേ ഇതാണ് ആൻസേഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ആയ പ്രോഗ്രാം ഓഫ് ഇംപ്ലിമെന്റേഷൻ ഇത് POI അത് എന്തിനു വേണ്ടിയുള്ള ട്രെയിനിങ് സെഷൻ ആണ് നാം ആ ഒരു ട്രെയിനിങ് സെഷൻ എന്തിനു വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്? അവിടെയുള്ള ഡോക്ടേഴ്സിനും നഴ്സസിനും സർട്ടിഫിക്കേഷൻ കൊടുക്കാനാണോ അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യാനാണോ? അല്ല അല്ലെ. മാർക്കറ്റിംഗ് ലാബുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം മാർക്കറ്റ് ചെയ്യാനാണോ? അല്ല അല്ലെ. അസസേഴ്സിനെ ട്രെയിൻ ചെയ്യാനാണോ? അതും അല്ല അല്ലെ. ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ അവർക്ക് ആ ലാബിന്റെ സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കാനും അത് നടപ്പിലാക്കാനും വേണ്ടി സഹായിക്കാനാണ് അല്ലെ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Then the NAV standard are divided into two main categories: patient-centered standards and what else? എന്താണ്? NAV standards are divided into two main categories. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, patient-centered standard. What else? അടുത്ത എന്താ? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് അല്ലെ, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് കേട്ടോ. അപ്പോ ഇത്രയും മതിയും തോന്നുന്നു അല്ലെ. നമ്മളിവിടെ ഇത്രയും ഓൾറെഡി ഉള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ JCAയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ഡസ് JCA സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് JCAയുടെ എക്സ്പാൻഡ് ഫോം? ബാക്കി പറഞ്ഞിട്ടെ. ജോയിന്റ് കമ്മീഷൻ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ കേട്ടോ. അപ്പൊ അവിടുത്തെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണെങ്കിൽ പോലും നമുക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പഠിച്ചെടുക്കണം എന്നത് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓൾറെഡി നമ്മള് ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിലും ഈ ഫിഫ്ത്ത് മോഡ്യൂളില് രണ്ടാമത്തെ ചാപ്റ്റർ ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിപ്ലോമയുടെ കണ്ടിന്യൂവേഷൻ തന്നെയുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല, അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. ശരിയല്ലേ? ആ ഭാഗം നിങ്ങൾക്ക് ഒരു വ്യക്തമായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ് വരുന്ന പിന്നീടുള്ള ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ
ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. അപ്പൊ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ മിസ് എടുത്തത് 5th മോഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. ഫസ്റ്റ് മോഡ്യൂളിൽ മിസ് എടുത്തത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ അതില് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ആ ഒരു മാർക്കറ്റിംഗിന്റെ ആ ഒരു ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ മാർക്കറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അഡ്വർടൈസിങ്, സെല്ലിംഗ്, ഡെലിവറിംഗ് പ്രൊഡക്റ്റ് ടു കൺസ്യൂമേഴ്സ് ഓർ അതർ ബിസിനസ്സസ്, അത് ചോദിക്കാറുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ് മാനേജുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്. മാർക്കറ്റിംഗ് മിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ എല്ലാ ബിസിനസ്സുകളുടെയും ഫൗണ്ടേഷൻ മോഡൽ ഏതാണെന്ന് ചോദിക്കുന്നു. ഈ മാർക്കറ്റിംഗ് മിക്സ് ഹിസ്റ്റോറിക്കലി എന്തിനെ കേന്ദ്രീകരിച്ചാണുള്ളത്? ഏത് പ്രൊഡക്റ്റുകൾ, ഏത് 4 പീസിനെ ബന്ധപ്പെട്ടാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് എന്താണ്? സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾ that the firm uses to pursue its marketing objective in the market. അല്ലെ, മാർക്കറ്റില് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സിനെ എന്താണ്? മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സിനെ പെർസ്യൂ ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് ഒരു യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടൂൾ ആണ്, ഒരു സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതുപോലെ 4 പീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് 4 പീസിൽ ഉൾപ്പെടുന്നത്, ഏതൊക്കെയാണെന്ന് ചോദിക്കാം. എന്താണ് പ്രൊഡക്റ്റ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സർവീസ് ആവാം, ഒരു ഐറ്റം ആവാം. അതിന്റെ ഫോംസ് ഫിസിക്കലോ വെർച്വലോ സൈബർ ഫോം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇവര് ക്വാളിറ്റി, മാർക്കറ്റിംഗിനെ നോക്കുന്നുണ്ട്, ക്വാളിറ്റിയെ ബേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെഗ്മെന്റ് ദാറ്റ് ഇസ് ടാർഗറ്റ്, അതും നോക്കാറുണ്ട് കേട്ടോ. അടുത്തത് പ്രൈസിലേക്ക് വരുമ്പോ, പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് മാർക്കറ്റിംഗ് ഇസ് റെഫേഴ്സ് ടു ദ വാല്യൂ വി പേ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓഫർഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി വാഗ്ദാനം ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനങ്ങൾക്ക് നമ്മൾ തിരികെ നൽകുന്ന ഒരു മൂല്യമാണ് ശരിക്കും പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെ. അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിംഗ്സിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. കാരണം ഡിക്റ്റേറ്റിംഗ് കമ്പനി സർവൈവൽ ആൻഡ് പ്രോഫിറ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ പ്ലേസ് എന്താണുള്ളത്? refers to the geographical location in which the company sells its product and provides its services. അതുപോലെ തന്നെ പ്രൊമോഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് എയിം ചെയ്യുന്നത്? എയിം അറ്റ് പ്രൊമോട്ടിംഗ് എ പ്രൊഡക്റ്റ്, ആക്ടിവിറ്റി ഓർ എ ബ്രാൻഡ് എമംഗ് ദ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെ ഡ്രൈവ് സെയിൽസ് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, എന്താണ് ജസ്റ്റ് rather than increasing sales, promotion can also aim at building the reputation of the organization. അതും ചോദിക്കാറുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്താണ്? അതുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകളാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു 9 മാർക്കറ്റിംഗ് ടെക്നിക്കാണ് നമ്മൾ പഠിച്ചത്. അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റിന്റെയും ഒരു എഡിറ്റോറിയലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഒരു എഡിറ്റോറിയൽ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ആണ് കേട്ടോ. അപ്പൊ അവിടെ ജെന്യുവൻ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുവരിക എന്നതാണ് അതിന്റെ ആഗ്രഹിച്ച ഫലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ജോയിനിങ് ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ നെക്സ്റ്റ് VIP വിസിറ്റുമായി എന്തിനൊക്കെ VIP വിസിറ്റ് ചെയ്യാൻ കൊണ്ടുവരാറുണ്ട്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ക്യാഷ് വിസിറ്റിനാവാം, അവരുടെ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പിനാവാം, ഇനാഗുറേഷൻ ആവാം, അല്ലെങ്കിൽ ഫ്ലാഗ് ഓഫ് സെറമണിക്കാവാം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി VIP സെലിബ്രിറ്റീസിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ ലാക്ക് ഓഫ് അവയർനെസ് റിസൾട്ട് ഇൻ ഡേഞ്ചേഴ്സ്. അപ്പൊ ഹാഫ് അവയർനെസ് എന്ന് പറയുന്നത് മോർ ഡേഞ്ചറസ് ദാൻ ലാക്ക് ഓഫ് അവയർനെസ് ആണ്, അല്ലെ. അതുപോലെ തന്നെ അവിടെ ആ ഒരിത്തരം എന്താണ് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകളിലൂടെ ആളുകളുടെ അവയർനെസ് കൂട്ടാനും അതിലൂടെ നമുക്ക് പൊതുജനങ്ങളുടെ സപ്പോർട്ടും ഗുഡ്വില്ലും ഒക്കെ ആ സ്ഥാപനത്തിലേക്ക് നേടിയെടുക്കാനും സഹായിക്കുന്നുണ്ട്. ദെൻ ബ്രാൻഡിംഗ് ഓഫ് സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് മെത്തേഡ് ആണെന്ന് പറയും. അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകളിലാണെങ്കിൽ മെഡിക്കൽ ക്യാമ്പുകളുടെ ഔട്ട് പേഷ്യൻസിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. നമ്പർ ഓഫ് പേഷ്യൻ വിസിറ്റിംഗ് ദ ഹോസ്പിറ്റലുകളുടെ ഡെയിലി ആവറേജ്, അതാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. പൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവരുടെ ഔട്ട് പേഷ്യൻസ് ആണ്. അതുപോലെ ഇപ്പോ OP-യിലെ ലെസ് നമ്പർ ഓഫ് പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടേഴ്സ് അവരെ IP-യിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് അവർ ഹോസ്പിറ്റലുകാരെ എന്ത് ചെയ്യാറുണ്ട്? നിർബന്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ എല്ലാ പേഷ്യൻസിനെയും നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റാത്ത
ആകുമ്പോൾ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എപ്പോഴും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡയറക്റ്റ് അപ്രോച്ച് ആയിട്ട് നമുക്ക് ഈ ഒരു മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനും അതിലൂടെ ഒരുപാട് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും സഹായകമാണ്. ദെൻ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ് മുതലായവയിലൂടെ ഒരുപാട് നോൺ എക്സിസ്റ്റിംഗ് വേക്കൻസി ആയിക്കോട്ടെ എക്സിസ്റ്റിംഗ് വേക്കൻസി ആയി ബന്ധപ്പെട്ട് കരിയർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. അതിലൂടെ ഒരുപാട് ആപ്പിൾ റെസ്യൂംസും പർട്ടിക്കുലർ പൊസിഷന് വേണ്ടിയിട്ട് കിട്ടുകയും ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റൽ അതിന്റെ ബേസിസിൽ ബ്രാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫേമസ് ആവുകയും ചെയ്യും. അതുപോലെ ആസ്ക് യുവർ പ്രോഗ്രാം, ഡോക്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ടെലിവിഷനില്, ന്യൂസ് പേപ്പർ, റേഡിയോ ചാനൽ മുതലായവയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രോഗ്രാമാണ്. അവിടെ നമ്മുടെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് അവിടെ ഡിസ്കസ് ചെയ്യുക. അതുപോലെ എഫക്റ്റീവ് സർജറിയുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സർജറി ചെയ്യുന്നുണ്ട്. അതിൽ എഫക്റ്റീവ് ആയിട്ടുള്ള സ്പെസിഫിക് സർട്ടൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ച് അത് പബ്ലിഷ് ചെയ്ത് അതിലൂടെ ഒരുപാട് പേഷ്യൻസിനെ നേടിയെടുക്കാൻ സാധിക്കും. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് നമ്മൾ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് മിക്ക ഏരിയയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് മിസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ മാത്രമാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അക്രഡിറ്റേഷൻ എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ അതിന്റെ സിനോണിംസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സിനോണിംസ്, ബെനിഫിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ അക്രഡിറ്റേഷൻ ബോഡിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ആ വർഷങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അതുപോലെ എന്താണ് നാബ് അക്രഡിറ്റേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ആയ വർഷം. അതുപോലെ QCA, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഘടക ബോർഡാണെന്നുള്ളത് വേണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദിക്കാവുന്നത് എന്താണ് ഡ്രൈവിംഗ് ഫാക്ടർ ഫോർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിച്ചാൽ മതിട്ടോ. അതുപോലെ തന്നെ വൈ അക്രഡിറ്റേഷൻ, എന്തിനു വേണ്ടിയാണ് നമ്മൾ അക്രഡിറ്റേഷൻ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻസ് എന്താണ്. അതുപോലെ ഇന്ത്യയിലെ അക്രഡിറ്റേഷൻ അതോറിറ്റീസ് ഏതൊക്കെയാണ്, രണ്ടെണ്ണമാണ്, നാബും QCA. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നാബിന്റെയും QCAയുടെയും എക്സ്പാൻഡഡ് ഫോം പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഈ അക്രഡിറ്റേഷൻ അതോറിറ്റി ഇൻ ഇന്ത്യയിലെ രണ്ട് അക്രഡിറ്റേഷൻ അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നാബും QCA ആണ്. ഓപ്ഷൻസിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നാബും QCA എന്നുള്ളൊരു ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കണേ. അതുപോലെ തന്നെ നാബുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ISQAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം. നാബിന്റെ ആ ഒരു 5th എഡിഷനിൽ 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡ്സും ആണ് ഉള്ളത് നോക്കുക. അതുപോലെ തന്നെ അസസ്മെന്റ് ആൻഡ് PACയുടെ കാര്യം നമ്മൾ പറഞ്ഞു. PR, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു. കെയർ ഓഫ് പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞു. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ പറഞ്ഞു. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പറഞ്ഞു. അതുപോലെ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM പറഞ്ഞു. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ IMS പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CQI, അതുപോലെ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ്. അതുപോലെ നാബിന്റെ അക്രഡിറ്റേഷൻ ആർക്കാണ് മോസ്റ്റ് ബെനിഫിഷ്യൽ, പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ഹോസ്പിറ്റലിൽ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, എംപാനൽമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ബെനിഫിറ്റ്സ്, ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് നോക്കി വെക്കാം. QCA വളരെ ഇമ്പോർട്ടന്റ് ആണ്. QCAയുടെ വർഷം, QCAയുടെ എക്സ്പാൻഡഡ് ഫോം, അത് ഏതൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മറ്റേതൊക്കെ സ്ഥാപനങ്ങളുമായി ജോയിൻ ചെയ്താണ് ഉണ്ടായിരിക്കുന്നത്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം കേട്ടോ. പ്രത്യേകിച്ച് അസോച്ചത്തിന്റെ എക്സ്പാൻഡഡ് ഫോം നിർബന്ധമായിട്ടും പഠിക്കണേ. Associated Chambers of Commerce and Industry of India കേട്ടോ, അസോച്ചം. അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും നിർബന്ധമാണ്. ഷോർട്ട് ഫോമിൽ വ്യത്യാസമുണ്ട് കേട്ടോ, പിന്നെയും പറയുകയാണെങ്കിൽ ഷോർട്ട് ഫോമിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ എത്ര മെമ്പേഴ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്, QCAയിലെ മെമ്പേഴ്സിന്റെ എണ്ണം ചോദിക്കാറുണ്ട് കേട്ടോ. അതിൽ 5 പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ ബോർഡുകൾ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡി അല്ലെങ്കിൽ NABCB, അതിന്റെ എക്സ്പാൻഡ് ഫോം, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പഠിക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അല്ലെങ്കിൽ നമ്പർ 2മായി ബന്ധപ്പെട്ട് അതിന്റെ എക്സ്പാൻഡ് ഫോമോ, അതിന്റെ ഒരു എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തിനാണ് അത് അക്രഡിറ്റേഷൻ നൽകുന്നത് അത് നോക്കാം. നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും അതിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും അത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി, നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് പഠിച്ചു വെക്കാം. അടുത്തത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, നാബുമായി ബന്ധപ്പെട്ട് അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. ദെൻ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് മാറിപ്പോവില്ല, അതും പഠിക്കാവുന്നതായിരിക്കും, എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത്
അക്രഡിറ്റേഷൻ മെത്തഡോളജി അതുമായി ബന്ധപ്പെട്ട എലിജിബിലിറ്റീസ് നോക്കാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ പ്രോസസ്സുകൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷന്റെ ആ ഒരു സ്കൂളിലേക്ക് അസസ്മെന്റുകൾ വളരെ നിർബന്ധമായിട്ട് പരിശോധിക്കണം കേട്ടോ. ഓൺസൈറ്റ് അസസ്മെന്റ് എന്താണ്, ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്താണ്, റിമോട്ട് അസസ്മെന്റ്, ഹൈബ്രിഡ് അസസ്മെന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കി വെക്കണം, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രീ അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഓപ്ഷണൽ ആണ്. ഫൈനൽ അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ റിവ്യൂ ഓഫ് അസസ്മെന്റിന്റെ റിവ്യൂ റിപ്പോർട്ടുകള്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ സർവൈലൻസ് ആൻഡ് റീ അസസ്മെന്റുമായി ബന്ധപ്പെട്ട മാസവും കാര്യങ്ങളും, ഫോക്കസ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർപ്രൈസ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി കവർ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് അവിടെ അക്രഡിറ്റേഷൻ ഇവർ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് അവരുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ POIയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കാം കേട്ടോ. അത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി എവിടെ വരെയാണ് എടുത്തു നിർത്തിയിട്ടുള്ളത്, അടുത്ത ഭാഗം വരെയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ അടുത്ത മോഡ്യൂളിലേക്ക് പോവാണ്. അടുത്ത മോഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റർ എടുത്തുകൊണ്ടിരുന്നേ? 6th മോഡ്യൂളില് ഏത് ചാപ്റ്റർ എടുത്തത് ആദ്യം? 6ഉം 8ഉം അല്ലെ? ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ പ്ലാനിങ് അല്ലെ? ആ 2 ചാപ്റ്റർ അല്ലേ എടുത്തോണ്ടിരുന്നത്? ഓക്കെ, ജനറൽ ഫോം ഇൻ ഹോസ്പിറ്റലില് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ജനറൽ ഫോം ഇൻ ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് അല്ലെ? മറ്റു ചാപ്റ്ററിന്റെ അപേക്ഷിച്ച് വളരെ ചെറിയ ചാപ്റ്റർ അല്ലേ? ആണോ? എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നല്ലേ? അങ്ങ് കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അത് നമുക്ക് ഉറപ്പുള്ള ഭാഗം തന്നെയാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഉള്ള ഭാഗം വളരെ വൃത്തിയായിട്ട് പഠിക്കാന്നുള്ളതാണ് കേട്ടോ. അതിൽ നിന്ന് ആ ഒരു മോഡലിൽ നിന്നൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ വരാറില്ല. ജസ്റ്റ് ആ ഒരു കൊടുത്തിരിക്കുന്ന വേർഡ്സ്, ആ ഒരു കൊടുത്തിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതിലും വളരെ പരിമിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. കുറവ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിന്ന് ഉണ്ടാവാറില്ല. ഉള്ള ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സി ഫോംസുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ പഠിച്ചല്ലോ അല്ലെ? വായിച്ചിരുന്നോ നിങ്ങളിത്? ഈ ഒരു ചാപ്റ്റർ വായിച്ചു നോക്കിയിരുന്നോ? അശ്വതി മാത്രമേ റിപ്ലൈ ചെയ്തോളൂല്ലോ. വായിച്ചിരുന്നോ? വേറെ ആരും വായിച്ചില്ല? ഇല്ല. എന്താ വായിച്ചു നോക്കാതിരുന്നേ? 5th മോഡ്യൂൾ മാത്രമേ നോക്കിയുള്ളൂ? 5th മോഡ്യൂൾ മാത്രമേ നോക്കിയുള്ളൂ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ 6th മോഡ്യൂളിലെ 2 ചാപ്റ്റർ, ജനറൽ ഫോം ഇൻ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പ്ലാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. 7th മോഡ്യൂളിലെ 2 ചാപ്റ്റർ എടുത്തില്ലേ മിസ്? എടുത്തോ? ഏതായിരുന്നു 2 ചാപ്റ്റർ 7th മോഡ്യൂളിൽ എടുത്തത്? ഓർക്കുന്നോ? ഏത് ചാപ്റ്റർ ഒക്കെയാ എടുത്തേ? ജനറൽ ടേംസ് എടുത്തോ? ഇതല്ലേ ആദ്യം എടുത്തത്? അതുപോലെ തന്നെ അടുത്തത് ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോ എന്ന് പറഞ്ഞ ചാപ്റ്ററും മോട്ടിവേഷൻ ഒരു കുറച്ച് ഭാഗമാണ് എടുത്തിട്ടുള്ളത് അല്ലെ? സോ അത്രയും ഭാഗം നിർബന്ധമായിട്ടും നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് വരണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ റിവിഷൻ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരമുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ജസ്റ്റ് റിവിഷൻ ചെയ്തത് ഇപ്പൊ നിങ്ങൾക്ക് 5th മോഡ്യൂളിൽ നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ച് തോന്നി. കാരണം നിങ്ങൾ ഓൾറെഡി വേഗം ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്.
സോ അത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ നിങ്ങൾ ഈ ഭാഗം കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നമുക്ക് ഒന്നുകൂടി ഒരു ഉറപ്പ് വരുത്താൻ പറ്റും. അതേസമയം നിങ്ങൾ പഠിക്കാത്ത സെക്ഷനുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരും. നിങ്ങൾക്ക് ആൻസർ പറയുമ്പോഴാണെങ്കിലും എല്ലാത്തിനും ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ അത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഓക്കെ ആണോ അല്ലെ. ആ 5th മോഡ്യൂളിലെ പോലെ തന്നെ 6th 7th പഠിച്ചിട്ട് വരാം കേട്ടോ. നിർബന്ധമായിട്ടും പഠിച്ചിട്ട് തന്നെ എന്നാൽ മാത്രമേ നമ്മൾ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലാത്തതിനാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജനറൽ ഫോമിംഗ് ഹോസ്പിറ്റലില് ഫസ്റ്റ് നമ്മള് ജസ്റ്റ് ഒന്ന് മിസ് ആ ഒരു ചാപ്റ്റർ പറഞ്ഞു പോവാം ആദ്യം, അതിനുശേഷം ആൻസർ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം തോന്നും. കാരണം നിങ്ങൾ ഓൾറെഡി കുറച്ചു പേരെങ്കിലും അത് റിവിഷൻ ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ അവിടെ ഹോസ്പിറ്റലിലെ രജിസ്ട്രേഷൻ ഫോമുമായി ബന്ധപ്പെട്ട ആദ്യം നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിലെ ജനറൽ ഫോമുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ആദ്യം ഹോസ്പിറ്റലിന്റെ രജിസ്ട്രേഷൻ ഫോമാണ്. അവിടെ പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രക്രിയയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ കൊടുക്കണം. പേഷ്യൻസിന്റെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ്, അവരുടെ പ്രാഥമികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇൻഫർമേഷൻ, കോണ്ടാക്ട് ഇൻഫർമേഷൻസ്, അതുപോലെ എന്താ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹെൽത്ത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഈ ഒരു പേഷ്യൻസിന്റെ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോമിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഫോം സി അല്ലെങ്കിൽ സി ഫോം ആണ്. ഫോർ ഇംപേഷ്യൻസിന് വേണ്ടിയുള്ള സി ഫോം ആണ് പഠിച്ചത്. സി ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എന്താ സി ഫോം? എന്തിനു വേണ്ടി അല്ലെങ്കിൽ ആദ്യം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സി ഫോംസ് സബ്മിറ്റ് ചെയ്യുന്നത്? അതാണ് ഒരു റിപ്ലൈ. സി ഫോം എന്ന് പറയുമ്പോൾ നമ്മള് എന്തിനെ ബേസ് ചെയ്ത് ഫോറിനേഴ്സിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഫോറിനേഴ്സിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സി ഫോംസ് സബ്മിറ്റ് ചെയ്യാറ്. അത് FRRO ഡൽഹിക്കാണ് സബ്മിറ്റ് ചെയ്യുക. FRROന്റെ എക്സ്പാൻഡഡ് ഫോം നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ തന്നെ സി ഫോമുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു ഹോസ്പിറ്റൽ അതോറിറ്റി അല്ലെങ്കിൽ എവിടെയാണോ അവർ താമസിക്കുന്നത് അല്ലെ, ഇപ്പൊ ഹോട്ടലിലാവാം, മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലാവാം, അപ്പൊ അവരുടെ ഓണറും ഇതുപോലെ തന്നെ സി ഫോംസ് സബ്മിറ്റ് ചെയ്യുക. FRRO ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഓൺലൈനായിട്ട് സി ഫോം സബ്മിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആ ഒരു ചോദിക്കാറുണ്ട്, എനി പേഴ്സൺ ഹോസ്റ്റിംഗ് എ ഫോറിൻ ഗസ്റ്റ് ഫോർ മോണിറ്ററി കൺസിഡറേഷൻ ഇൻ ഇന്ത്യ ഈവൻ ഫോർ എ ഫ്യൂ അവേഴ്സ് ഷുഡ് സബ്മിറ്റ് സി ഫോം, അതും ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ റൂള്, അതുപോലെ തന്നെ ഫോറിനേഴ്സ് ആക്ട് 1946, രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് 1992 ഒക്കെയാണ് ഗസ്റ്റ് രജിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് സ്റ്റെംസ് അല്ലെങ്കിൽ ഒരു എന്താണ് ആ ഒരു സി ഫോം സബ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റെംസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ 2 ആക്ടുകൾ അല്ലെങ്കിൽ റൂൾസ് ആണെന്നുള്ളത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ സി ഫോം മെക്കാനിസത്തിലൂടെ നമുക്ക് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന ഫോറിനേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവരെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും നമ്മുടെ ഈ ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്താനും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാതെ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് 5 വർഷം വരെ പിഴയോ തടവുകളോ ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റവുമാണ്. മൂന്നാമത്തത് മെഡിക്കൽ കൺസേൺ ഫോം ആണ്. മെഡിക്കൽ കൺസേൺ ഫോം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു പ്രൊട്ടക്ഷനെ മാനിക്കുന്ന, അതിനുവേണ്ടി അവർക്ക് ഇൻഫർമേഷൻ നല്ല രീതിയിൽ മെയിൻ പർപ്പസ് ഓഫ് ഇൻഫോംഡ് കൺസേൺ ആണ്. അതായത് ഇൻഫർമേഷൻസ് മുഴുവനായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും മെഡിക്കൽ കൺസേൺ ഫോം എന്ന് പറഞ്ഞാൽ. അതിലൂടെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതൊരു ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഇതൊരു ഓൺഗോയിങ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. അതായത് നമുക്ക് ഏത് തരുന്ന പ്രൊവൈഡേഴ്സും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് മെഡിക്കൽ കൺസേൺ ഫോം എന്ന് പറയുന്നത്. അതിന്റെ ഫോമാറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വണ്ണാണ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ. അതിൽ ഹെൽത്ത് പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് എന്ത് പേഷ്യന്റ് അഡ്മിറ്റ് ആയി, എന്ത് സംഭവിച്ചു, അവർക്ക് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് എന്തായിരുന്നു അവരുടെ കണ്ടീഷൻ, അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തു,
എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കൊടുത്തു, എന്തൊക്കെ പരിശോധനകൾ നടത്തി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ ബ്രീഫ് ആയിട്ട് ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ് ഡിസ്ചാർജ് സമ്മറി. അത് ചോദിക്കാറുണ്ട്. അതിലെ കമ്പോണൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 6 കമ്പോണൻസ് ഉണ്ട്. റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, പ്രൊസീജിയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ്, പേഷ്യൻസ് ഡിസ്ചാർജ് കണ്ടീഷൻ, പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻസ്ട്രക്ഷൻ, അറ്റൻഡിംഗ് ഫിസിഷ്യൻ സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അതിന്റെ ആ ഒരു ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വേഗം പഠിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ 5th മോഡ്യൂളിലെ 2 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയി. ഇനിയുള്ള 4 ചാപ്റ്റർ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. ആ 4 ചാപ്റ്റേഴ്സ് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വരെ എന്തെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവാത്തതുണ്ട്, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി, ചെയ്തുതരാം കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.